പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 നവംബർ മാസം 7-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം മതി. നല്ലൊരു പ്രഭാതം തന്നില്ലേ? കർത്താവിൻ്റെ കൃപയല്ലേ നമ്മൾ ആരോഗ്യത്തോടെ ഉണർന്നത്? കർത്താവിൻ്റെ കൃപയല്ലേ നമ്മൾ സമാധാനത്തോടെ ഇരിക്കുന്നത്? എല്ലാം ദൈവകൃപയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സന്തോഷത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവിന് സ്തോത്രം പറയണം കേട്ടോ. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കർത്താവ് കാത്തുപരിപാലിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആരോഗ്യത്തോടെ നമ്മളെ ഉണർത്തി നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ പൊതിഞ്ഞ് നമ്മളെ സൂക്ഷിക്കുന്ന വൻ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, നടത്തിയ വിധങ്ങളെ മറക്കരുത്. നാം നടന്നതല്ല, ദൈവം നമ്മളെ നടത്തിയതാണ്. നാം എത്തിയതല്ല, ദൈവം നമ്മളെ എത്തിച്ചതാണ്. നമ്മളെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അതുകൊണ്ട് ശബ്ദമൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറ. നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത് ഓർക്കുമ്പോൾ നമുക്ക് നന്ദി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ സ്തോത്രം പറയാൻ പറ്റുള്ളൂ. കർത്താവെ, അങ്ങയുടെ കൃപയാണ് ഞാൻ ആയിരിക്കുന്നത്. കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങളെ നിൻ്റെ കൃപയാണ്. കർത്താവെ, എനിക്ക് തന്ന ജോലി നിൻ്റെ കൃപയാണ്. കർത്താവെ, തന്ന എല്ലാ നന്മകളും അങ്ങയുടെ ദാനമാണ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ അധരങ്ങൾ തന്നെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും കേട്ടോ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. 29-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. 2-ാം വാക്യം, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ഹല്ലേലൂയ. അതിൻ്റെ 11-ാം ഭാഗം പറഞ്ഞു, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അപ്പോൾ ജനത്തിന് ശക്തിയും സമാധാനവും നൽകുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ബലം, അവൻ കർത്താവിൻ്റെ സമാധാനം നിങ്ങളിലേക്ക് ഇറങ്ങി വരികയും അവൻ ശക്തി നൽകും, അവൻ സമാധാനം നൽകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ അപ്പാ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണരുവാനും കർത്താവിനെ ആരാധിക്കുവാനും കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ 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 സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. ഇവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണമേ. നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, നെടുവേർപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്നും അങ്ങയുടെ കരത്തിന് കഴിയാത്ത കാര്യമില്ലെന്നും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണ പോസിറ്റീവ് ആയിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോവിഡിനകത്തുനിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരണം. കർത്താവ്, ക്രിട്ടിക്കൽ കണ്ടീഷനിലും സീരിയസ് സിറ്റുവേഷനിലും ഒക്കെ ആയിരിക്കുന്നവർക്കും കർത്താവ് പൂർണ്ണ വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ശാരീരികമായ മറ്റ് അസ്വസ്ഥതകളാൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലവേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്തതിന് സ്തോത്രം കർത്താവെ. അതുപോലെ അലർജിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുട്ടിൻ്റെ താഴെ, ആമേൻ, കാലിൻ്റെ പൊത്തയിലും ഭാഗത്തും മുട്ടിൻ്റെ താഴെയൊക്കെ ആയിട്ട് അലർജി ഉണ്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ്. സ്കിൻ പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കിന്നിൻ്റെ നിറം മാറിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അടിപ്പിണരാളുടെ സൗഖ്യം അവരുടെ ആ ശരീരത്തിലേക്ക്, മുട്ടിലേക്ക്, കാലിലേക്ക്, ആ സ്കിന്നിലേക്ക് ഇറങ്ങി വരട്ടെ. പൂർണ്ണ ആരോഗ്യം യേശുവിൻ നാമത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് കൊടുത്ത ആശ്വാസത്തിന്, സൗഖ്യത്തിന് കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആരോടും പറയാതെ വെച്ചിരിക്കുന്ന അമ്മ രഹസ്യ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറയാൻ കഴിയാതിരിക്കുന്നു. കർത്താവെ, ഇന്ന് അങ്ങത് കാണുന്നല്ലോ, അങ്ങത് അറിയുന്നല്ലോ. അങ്ങ് അത്ഭുതം ചെയ്യണമേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് വിടുതലയച്ചതിന് സ്തോത്രം, സൗഖ്യമയച്ചതിന് സ്തോത്രം, വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അതുപോലെ നിന്റെ കുഞ്ഞുങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളെ, ജോലി സ്ഥലങ്ങളെ ഒക്കെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആർക്കും കർത്താവ്, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആർക്കും ഒന്നിനും മുട്ടുവരാതെ കർത്താവ് സൂക്ഷിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങൾ ഈ മെസ്സേജ് കേട്ട് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാതെ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അവരുടെ ജീവിതത്തിലും അനുഗ്രഹവും സന്തോഷവും സമാധാനവും വർദ്ധിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്കും ഈ ഒരു ശുശ്രൂഷയുടെ പാർട്ട്നേഴ്സ് ആകാൻ കഴിയും. എങ്ങനെ? മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്താൽ മതി. നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് മുഖാന്തരം ഒരാൾക്ക് ആശ്വാസം കിട്ടുമ്പോൾ, ഒരാൾക്ക് സമാധാനം കിട്ടുമ്പോൾ, ഹല്ലേലൂയ, ഒരാൾ പിന്മാറ്റത്തിൽ നിന്ന് മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ, ഒരാൾ കർത്താവിനോട് കൂടുതൽ അടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കർത്താവ് തരും. അതുകൊണ്ട് അയച്ചു കൊടുക്കാനൂടെ മറക്കരുത്. നിങ്ങൾക്കായിട്ട് മാത്രം സൂക്ഷിക്കരുത് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. ഈ 14-ാം അധ്യായം എന്ന് പറയുമ്പോഴേ അവിടെ കർത്താവ് തൻ്റെ ഫെയർവെൽ മെസ്സേജ് ആരംഭിക്കുന്ന, യേശു ഈ ഭൂമിയിൽ നിന്ന് പോകുക, ക്രൂശ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു, കൂടാതെ സ്വർഗാരോഹണത്തിൽ ചെയ്ത് അങ്ങ് പോകാനായിട്ടുള്ള ആ സമയമായിരിക്കും. അപ്പോൾ 14-ാം അധ്യായം തുടങ്ങുന്നത് തൊട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും പോയാൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചും അവർക്ക് ലഭിക്കാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്യമാണ് 14-27 പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആമേൻ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് പീസ് ഐ ലീവ് വിത്ത് യു. ഞാൻ സമാധാനം നിങ്ങളുടെ കൂടെ ഇട്ടിട്ട് പോവാം, ലീവ് ചെയ്തിട്ട് പോവാം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഇവിടുത്തെ നമുക്ക് ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ കഴിവതും ഇന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ യേശു പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. എന്തുവാ അതിനർത്ഥം? ഞാൻ എൻ്റെ കൂടെ ഇത് കൊണ്ടുപോകുന്നില്ല. യേശു കൂടെ കൊണ്ടുപോകാത്ത പല കാര്യങ്ങളുണ്ട് കേട്ടോ. സ്വർഗത്തിലേക്ക് പോയപ്പോൾ, പിതാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയപ്പം പോകാത്ത പല കാര്യങ്ങളിൽ ഒന്നാണ് ഹല്ലേലൂയ സമാധാനം. അത് ആർക്ക് കൊടുത്തിട്ട് പോയി? തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പോയി. ഈ തന്നേച്ചു പോകുന്നു. അതായത് എനിക്കിപ്പം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവുക, അതുകൊണ്ട് ഇപ്പം ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ സമാധാനം ഇനിയും എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഏത് സമാധാനം? എൻ്റെ സമാധാനം. അതായത് യേശു അനുഭവിച്ചൊരു സമാധാനമുണ്ട്. അതായത് യേശു ഭൂമിയിൽ ജീവിക്കുമ്പോൾ താൻ അനുഭവിച്ച സമാധാനത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. താൻ ഒന്നിലും വറീഡല്ലായിരുന്നു, താൻ ഒന്നിലും ഭയപ്പെട്ടിരുന്നില്ല. ഭയവും ഭാരവും നിരാശയും ഒന്നും യേശുവിനെ ഭരിച്ചിരുന്നില്ല. കാരണം യേശുവിന് അറിയാമായിരുന്നു തൻ്റെ പിതാവിൻ്റെ പദ്ധതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട എന്ന് യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആമേൻ. യൂദാ ഒറ്റിക്കൊടുക്കുമ്പോഴും യേശുവിന് ഭയവും നിരാശയും ഭാരവും ഒന്നുമില്ല. ആമേൻ. പത്രോസ് തള്ളി പറയുമ്പോഴും യേശുവിന് യാതൊരു സമാധാനക്കുറവുമില്ല. ആമേൻ. അവരെ ക്രൂശിക്കുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് ആ ജനം ആർത്തു വിളിച്ചപ്പോഴും യേശുവിന് യാതൊരു ഭാരവും നിരാശയും ഭയവുമില്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. തൻ്റെ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയപ്പോഴും യേശുവിനൊരു ഭാരവുമില്ല. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തൻ്റെ നാട്ടുകാരും തൻ്റെ വീട്ടുകാരും ഒക്കെ പറഞ്ഞു, ഇവൻ എവിടുത്തുകാരൻ, ഇവൻ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ അങ്ങനല്ലയോ, ഇവൻ എന്ന് പറഞ്ഞ് അപമാനിച്ചപ്പോഴും നിന്ദിച്ചപ്പോഴും ഒന്നും യേശുവിന് ഒരു ഭാരവും ഒരു നിരാശയുമില്ല. കാരണം യേശുവിനെ ഭരിച്ചത് ആമേൻ ദൈവത്തിൻ്റെ സമാധാനമാണ്. ആമേൻ. യേശുവിന് നല്ല ബോധ്യമായിരുന്നു. എന്താണെന്നറിയാമോ? എന്നെ പിതാവിൻ്റെ പദ്ധതിയിലാണ് ഞാൻ ഭൂമിയിലായിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും എന്നെ യേശുവാൻ പോകുന്നില്ല, ഇതൊന്നും എന്നെ തൊടുവാൻ പോകുന്നില്ല, ഇതൊന്നും എന്നെ കുലുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? യേശു സ്വസ്ഥനായിട്ടാണ് തന്നത്. സ്വസ്ഥതയില്ലാതിരുന്നാൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പ്രയോജനമില്ലാതായിപ്പോകും. സമാധാനമില്ലാതെ ജീവിച്ചാൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനൊരു കാര്യം ചെയ്യാൻ പോകാം. ഞാൻ ഈ അനുഭവിച്ച സമാധാനമുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് സൗജന്യമായി തരുന്നു, ഇഷ്ടദാനമായി തരുന്നു. ഇഷ്ടദാനം. ആമേൻ. ആമേൻ. നമ്മൾ ഇഷ്ടദാനം കൊടുക്കാമെന്ന് അറിയത്തില്ലേ? ഫ്രീ വിൽ. ഇഷ്ടദാനം ഞാൻ ചെയ്യുക. ഞാൻ ഉപയോഗിച്ചത് എന്നെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നിട്ട് പറയുക, ഈ സമാധാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്. ലോകം തരുന്ന സമാധാനം ആമേൻ വെറും വാക്കുകളിലുള്ള സമാധാനം. ഒരു ലോകത്തിലുള്ള ആർക്കും നമുക്ക് ശാശ്വതമായൊരു സമാധാനം തരാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടു തരുവാനോ കഴിയത്തില്ല. എന്നാൽ ആമേൻ 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 കർത്താവ് പറയുക, ഞാൻ തരുന്ന അങ്ങനെയല്ല. ലോകം തരുന്ന ഞാൻ നമ്മൾ പുറമേ കണ്ടു കഴിയുമ്പം കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം. എന്നാൽ അത് പുറമേ ഉള്ള സമാധാനമാണ്. എന്നാൽ കർത്താവ് അതങ്ങ് മാറിപ്പോകുമ്പോൾ പിന്നെ സമാധാനം നഷ്ടപ്പെടും. എന്നാൽ കർത്താവ് പറയുക, എൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് വസിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അകത്താണ് സമാധാനം തരുന്നത്. നിങ്ങളുടെ അകത്ത് ഞാൻ നിങ്ങളുടെ അകത്തോട്ട് സമാധാനം തരും. അകത്തുനിന്ന് പുറത്തോട്ട് സമാധാനം വരും. മറ്റേ ലോകം തരുന്ന സമാധാനം പുറത്തുനിന്ന് അകത്തോട്ടാണ് കയറുന്നത്. എന്നാൽ ദൈവം തരുന്ന സമാധാനം അകത്താണ് ഉണ്ടാകുന്നത്. ആമേൻ. എന്നിട്ട് അത് അകത്തുനിന്ന് പുറത്തോട്ട് വരിക. എന്തുവാ ദൈവം തരുന്ന സമാധാനം എന്നറിയാമോ?
ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ഏത് പ്രയാസത്തിൻ്റെ നടുവിലും എൻ്റെ കൂടെ എനിക്ക് എൻ്റെ യേശു ഉണ്ടെന്നുള്ള ബോധമാണ് നമുക്ക് സമാധാനം തരുന്നത്. അത് നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ആമേൻ. സമാധാനം എന്ന് പറയുന്നത് പ്രശ്നമില്ലാത്തതല്ല. സമാധാനം എന്ന് പറയുന്നത് പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ അനുഭവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ഒരു ഉദാഹരണത്തോടു കൂടെ നമുക്കത് ചിന്തിക്കാം. യേശുവും ശിഷ്യന്മാരുടെ പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരമാല പടകിന് നേരെ ആഞ്ഞടിച്ചു. വെള്ളം പൊങ്ങി, വെള്ളം പടകിലേക്ക് കയറുവാൻ തയ്യാറായി നിൽക്കുക, അല്ലെങ്കിൽ കയറി തുടങ്ങി. അപ്പോൾ യേശു അമരത്തിങ്ങനെ തലയണ വെച്ച് കിടന്ന് ഉറങ്ങുക. അപ്പോൾ ശിഷ്യന്മാരുടെ ബഹളം കൂട്ടി. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരുവോ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? നീ എന്തുവാ ഇങ്ങനെ കിടക്കുന്നത്? നിനക്കൊരു ബോധമില്ല ഞങ്ങളിങ്ങനെ നശിച്ചു പോകുന്നത് കണ്ട്. ഉടനെ യേശു ചാടി എഴുന്നേറ്റിട്ട് ആമേൻ കാറ്റിനെ ശാസിച്ചു. തിരമാലയോട് അടങ്ങാൻ പറഞ്ഞു. കാറ്റും തിരമാലയും അന്നേരം തന്നെ അടങ്ങി. അടുത്ത വാക്ക് യേശു പറയുക ശിഷ്യന്മാരോട്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? വളരെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ കൂടില്ലേ? ഇതിനെയെല്ലാം സൃഷ്ടിച്ചവൻ, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നവൻ, ഇതിനെയെല്ലാം ആമേൻ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങളെന്തിനാ ഭാരപ്പെടുന്നത്? ഇന്ന് പ്രഭാതത്തിലും എന്നോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, യേശു ചോദിക്കടാ, ഞാൻ നിങ്ങളുടെ കൂടില്ലേ? മോനെ, ഞാൻ നിൻ്റെ കൂടില്ലേ? മോളെ, ഞാൻ നിൻ്റെ കൂടില്ലേ? പിന്നെന്തിനാ ഭാരപ്പെടുന്നത്? പിന്നെന്തിനാ നിരാശപ്പെടുന്നത്? പിന്നെന്തിനാ ഭയപ്പെടുന്നത്? എനിക്ക് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം ആ ഒരു ബോധം നമ്മുടെ അകത്തുനിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും നമുക്ക് ധൈര്യസമാധാനം പറയാൻ കഴിയും, ഞാൻ ഭയപ്പെടത്തില്ല. എന്നിട്ട് യേശു പറഞ്ഞ വാക്കെന്തുവാ? നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങൾ ഭ്രമിച്ചു പോവുകയും വരുത്, കലങ്ങിപ്പോവുകയും ചെയ്യരുത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ. അതായത് ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. ഇത് രണ്ടിൻ്റെ ആവശ്യം. ഇവിടെ നോക്കി, നിങ്ങൾ ഏത് പ്രശ്നത്തിൻ്റെ മുമ്പിലാണെങ്കിലും ഹൃദയം കലങ്ങുകയും ചെയ്യേണ്ട, ഭ്രമിക്കുകയും ചെയ്യേണ്ട. കാരണം എന്നാ? നിങ്ങളുടെ അകത്തുള്ള ക്രിസ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള യേശു ഈസ് ഏബിൾ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ, അതിനെ ഹാൻഡിൽ ചെയ്യുവാൻ അവന് കഴിയും. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനായ ദൈവമാണ്. അവൻ മാറ്റമില്ലാത്തവനാണ്. അവൻ്റെ ശക്തി മാസങ്ങൾ മുന്നോട്ട് പോകുന്തോറും, വർഷങ്ങൾ മുന്നോട്ട് പോകുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരികയല്ല. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ ശക്തി പുറപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സമാധാനം കെടുത്തുന്ന ഏത് വിഷയത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ ഭാരപ്പെട്ട് നിൽക്കുന്നത്? നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന യേശുവിനെ ഒന്ന് കണ്ടേ. ആ യേശു എന്നാ പറഞ്ഞു? ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പറയുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറയിപ്പിക്കുന്നൊരു വാക്കുണ്ട്. ഇത് യേശു നമ്മളോട് പറഞ്ഞത് ചുമ്മാ അതൊരു ഭംഗിവാക്കല്ല, ഒരു അലങ്കാരിക പദമല്ല, ഒരു രസത്തിന് പറഞ്ഞതല്ല. എന്നാൽ കിടക്കട്ടെ, ഒരു ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാം, അങ്ങനെ പറഞ്ഞതല്ല. യേശു നമ്മളോട് പറഞ്ഞു ഒരു വാക്കും വൃഥാവാക്കുകളല്ല. യേശു വചനത്തിലുള്ള ഒന്നും തന്നെ പാഴ്വാക്കുകളല്ല. അതെല്ലാം എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്, മാറിപ്പോകാത്ത വചനമാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോടും എന്നോടും പറയുന്നു, അവൻ്റെ സമാധാനം, ഷാലോം എന്ന പദമാണ്, അതായത് ടോട്ടൽ വെൽബീയിങ്, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. അവൻ കൈകാര്യം ചെയ്യും, അവൻ ഹാൻഡിൽ ചെയ്യും, അവൻ മതിയായവനാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളിൽ വ്യാപരിക്കേണ്ടത് എന്തോ? ദൈവത്തിൻ്റെ സമാധാനമാണ്. അവൻ ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ തിരിച്ചറിയുന്ന എന്തുകൊണ്ടാണെന്നറിയും? ആ വ്യക്തി പറഞ്ഞ ഹല്ലേലൂയയുടെ കട്ടി കണ്ടിട്ടോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വസ്ത്രധാരണം കണ്ടിട്ടോ ഒന്നും ആയിരിക്കരുത്. പിന്നെയോ അവനിൽ വ്യാപരിക്കുന്ന സമാധാനം, ഇവൻ്റെ അകത്തുള്ള സമാധാനം ഏത് പ്രശ്നത്തിലും പുറത്തു വരും. ഇപ്പം വെള്ളം അകത്ത് തിളയ്ക്കുമ്പോൾ അത് പുറത്തോട്ട് തുളുമ്പി വരുന്നത് പോലെ അകത്ത് സമാധാനം നിറഞ്ഞു കഴിയുമ്പോൾ അത് പുറത്തു വരും. അപ്പം ആളുകൾ ചോദിക്കും, കുഞ്ഞെ, എങ്ങനെ ഈ പ്രശ്നത്തിന് നടുവിൽ നിങ്ങളിങ്ങനെ നിൽക്കുന്നത്? ഉടനെ പറഞ്ഞു, യേശുവിൻ്റെ കൂടെയുണ്ട്. അമേൻ. ആ എബ്രായ ചെറുപ്പക്കാർ അഗ്നികുണ്ഡത്തിൽ തുള്ളിച്ചാടാൻ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ കാരണം എന്നാ? അവരുടെ കൂടെ ദൈവപുത്രൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ തീക്ക് ഞങ്ങളെ ദഹിപ്പിക്കാൻ കഴിയത്തില്ല. അവർക്ക് തുള്ളിച്ചാടുവാൻ കഴിഞ്ഞു. ആമേൻ. കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസ് പറയുക, സന്തോഷിപ്പീൻ. ആ സന്തോഷിക്കണമെങ്കിൽ സമാധാനം വേണ്ടായോ? എങ്ങനെ സന്തോഷിക്കുന്നത്? കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധം വന്നപ്പോൾ പൗലോസിന് മനസ്സിലായി, ഇത് സന്തോഷിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കിക്കുക, നിങ്ങളുടെ കൂടെ യേശുവുണ്ട്. നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട. ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് വിഷയത്തിൻ്റെ മുമ്പിലായിക്കോട്ടെ, നിങ്ങളുടെ കൂടെ യേശുവുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും
പ്രാർത്ഥിക്കാനാണ് പറഞ്ഞു. അപ്പം വിചാരപ്പെടാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കൂടെ നിൽക്കുന്ന യേശുവിനോട്, യേശുവേ, ഞാൻ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് അങ്ങ് അറിയുന്നു, ഈ പ്രയാസം അങ്ങ് അറിയുന്നു, എനിക്കറിയാം അങ്ങേക്ക് കഴിയുമെന്ന്, എനിക്കറിയാം അങ്ങേക്ക് വിടുവിക്കാൻ കഴിയുമെന്ന്, അങ്ങ് ഈ വിഷയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ഇത് നമ്മൾ പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവൻ എത്ര പേർക്ക് സമാധാനമായി, എത്ര പേര് സന്തോഷിക്കുന്നു, എത്ര പേര് സമാധാനത്തോടെ ഇരിക്കുന്നു. ഈ പകൽക്കാലം ഈ സമാധാനം അനേകരിലേക്ക് പകരപ്പെടട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു കൂടെയുണ്ട്, അതാണ് നമ്മുടെ സമാധാനം കേട്ടോ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ എൻ്റെ കൂടെ യേശുവുണ്ട്. ഞാൻ ഓവർകം ചെയ്യും, ഞാൻ ജയിക്കും, ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല, ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും, കാരണം എൻ്റെ കൂടെ യേശു ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോവുക. വെറുതെ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു പോകേണ്ട, ഒന്നും ദോഷമായിട്ട് വരത്തില്ല കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.